ഹലോ ഓൾ, എല്ലാവർക്കും iPlusന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് പ്രീവിയസ് ഇയറിൽ നടന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ അടുത്ത നമ്മൾ 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ദ ഇമ്യൂണോഗ്ലോബിൻ പ്രസന്റ് ഇൻ സെക്രീഷൻസ്. സെക്രീഷൻസ് ഉണ്ടല്ലോ, നമ്മുടെ സലൈവ പോലെയുള്ള സെക്രീഷൻസിൽ പ്രസന്റ് ആയിട്ടുള്ള ഇമ്യൂണോഗ്ലോബിൻ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇമ്യൂണോഗ്ലോബിൻ ജി ആണോ, ഇമ്യൂണോഗ്ലോബിൻ ഡി ആണോ, ഇമ്യൂണോഗ്ലോബിൻ എം ആണോ, ഇമ്യൂണോഗ്ലോബിൻ എ ആണോ? ഇതിൽ ഏതാണ് സെക്രീഷൻസിൽ പ്രസന്റ് ആയിട്ടുള്ള ഇമ്യൂണോഗ്ലോബിൻ എന്നാണ് പറയേണ്ടത്. ഇത് ഇമ്യൂണോഗ്ലോബിൻ പ്രൈമർലി ഫൗണ്ട് ഇൻ ബോഡി സെക്രീഷൻ ഈസ് ഇമ്യൂണോഗ്ലോബിൻ എ. നമ്മുടെ ബോഡി സെക്രീഷൻസിൽ പ്രസന്റ് ആയിട്ടുള്ള ഇമ്യൂണോഗ്ലോബിൻ എന്ന് പറയുന്നത് ഏതാണ്? ഇമ്യൂണോഗ്ലോബിൻ എ ആണ്. മറന്നു പോകരുത്. ബോഡി സെക്രീഷൻസിൽ പ്രസന്റ് ആയിട്ടുള്ള, അതായത് നമ്മുടെ സലൈവ, ടിയേഴ്സ്, മ്യൂക്കസ്, ബ്രസ്റ്റ് മിൽക്ക്, ഇൻഡസ്ട്രൈനൽ ഫ്ലൂയിഡ്സ്, ഇങ്ങനെയുള്ള നമ്മുടെ ബോഡിയിലുള്ള ഒട്ടുമിക്ക സെക്രീഷൻസിലും പ്രസന്റ് ആയിട്ടുള്ള ഒരു ഇമ്യൂണോഗ്ലോബിൻ ആണ് ഏതെന്ന് പറയുന്നത്? ഇമ്യൂണോഗ്ലോബിൻ എ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ കറക്റ്റ് ആൻസർ ഇമ്യൂണോഗ്ലോബിൻ എ, ഓപ്ഷൻ ഡി ആണ്. 12th ക്വസ്റ്റ്യൻ, ആൻ എക്സാമ്പിൾ ഓഫ് വാസോഡയലേറ്റർ അല്ലെ. വാസോഡയലേറ്ററിന് എക്സാമ്പിൾ എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡ്, നൈട്രജൻ, നൈട്രിക് ഓക്സൈഡ്, സോഡിയം ക്ലോറൈഡ്. അപ്പൊ ഇത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം എന്താണ് വാസോഡയലേറ്റർ എന്ന് മനസ്സിലാക്കണം അല്ലെ. അല്ലാത്ത ഒരാളെ സംബന്ധിച്ച് വാസോഡയലേറ്ററേ അറിയില്ല, അപ്പൊ പിന്നെ അതിന്റെ എക്സാമ്പിളിനെ കുറിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് വാസോഡയലേറ്റർ എന്ന് നോക്കാം. Vasodilator is a medication that relaxes and widens blood vessels, allowing more blood to flow through them. അല്ലെ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെഡിക്കേഷൻ ടൈപ്പ് ആണ്. അതിലെന്തായിരുന്നു? നമ്മുടെ ബ്ലഡ് വെസൽസ് കുറച്ചും കൂടി വൈഡൻ ആക്കിയിട്ട് എന്ത് ചെയ്യുന്നു? അതിലൂടെ മാക്സിമം നമ്പർ ഓഫ് അല്ലെങ്കിൽ മാക്സിമം എമൗണ്ട് ഓഫ് ബ്ലഡിനെ ഫ്ലോ ചെയ്യിപ്പിക്കുന്നു. വാസോഡയലേറ്റേഴ്സ് ആർ യൂസ്ഡ് ടു ട്രീറ്റ് ദ കണ്ടീഷൻ ലൈക്ക് ഹൈ ബ്ലഡ് പ്രഷർ ഒക്കെ ഉള്ളവരെ എന്ത് ചെയ്യാനാണ്? ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഹാർട്ട് ഫെയിലിയർ, പൾമണറി ഹൈപ്പർ ടെൻഷൻസ്, അങ്ങനെയൊക്കെ ഉള്ളവരെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഇത് ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെന്ന് പറയുന്ന ഒരു മെഡിക്കേഷൻ മെത്തേഡ് ആണ്. അതിൽ നമ്മുടെ റിലാക്സ് അല്ലെ, ബ്ലഡ് വെസൽസിനെ റിലാക്സ് ചെയ്തിട്ട് വൈഡൻ ചെയ്യിക്കുന്നു. എന്നിട്ട് അതിലൂടെ ധാരാളം ബ്ലഡ്സിനെ പാസ് ചെയ്യാനായിട്ട് അലൗ ചെയ്യുകയും ചെയ്തു. അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു വാസോഡയലേറ്റർ ആണ് നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്നത്. അപ്പൊ വാസോഡയലേറ്ററിന് ഒരു എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നൈട്രിക് ഓക്സൈഡ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? 13th ക്വസ്റ്റ്യൻ, ഗ്രോത്ത് ഹോർമോൺ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ അല്ലെ. ഗ്രോത്ത് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആര് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി, ഹൈപ്പോതലാമസ്, ആന്റീരിയർ പിറ്റ്യൂട്ടറി, തൈറോയ്ഡ് ഗ്ലാൻഡ്. അപ്പൊ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ മനസ്സിലായല്ലോ അല്ലെ, ഹോർമോൺസ് എന്ന് പറയുന്ന ഭാഗം എന്തോരം ഇമ്പോർട്ടന്റ് ആണെന്ന്. കാരണം ആ ഒരു ഭാഗത്ത് നിന്ന് ധാരാളം ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഹോർമോൺസ് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഭാഗമാണ്. പ്രോപ്പർ ആയിട്ട് ഗ്ലാൻഡുകൾ, ഹോർമോൺസുകൾ, അതിന്റെ ഡെഫിഷ്യൻസി മൂലമുണ്ടാവുന്ന ഡിസീസുകൾ, ഇത്രയും കാര്യം നോക്കി വെച്ചിരുന്നാൽ മതി. അതിൽ നിന്ന് നമുക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാന്ന് അറിയാമോ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരിക്കലും ഹോർമോൺസ് ഒന്നും സ്കിപ്പ് ചെയ്യരുത്. നല്ല രീതിയിൽ ഹോർമോൺസ് നോക്കാം. ഗ്രോത്ത് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കുറിച്ച് അറിയാലോ അല്ലെ. ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ബോണി കാവിറ്റി ആയിട്ടുള്ള സെല്ല ടോസിക്ക ുള്ളിലാണ് ഇരിക്കുന്നത്. ആൻഡ് ഈസ് അറ്റാച്ച്ഡ് ടു നമ്മുടെ ഹൈപ്പോതലാമസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അല്ലെ. അറ്റാച്ച്ഡ് ടു ദി ഹൈപ്പോതലാമസ് ബൈ എ സ്റ്റോക്ക്. ഇറ്റ് ഈസ് ഡിവൈഡഡ് അനോട്ടമിക്കലി ഇൻടു അഡിനോ ഹൈപ്പോഫൈസസ് ആൻഡ് ന്യൂറോ ഹൈപ്പോഫൈസസ്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആട്ടോ. സോ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഒരു ബോണി കാവിറ്റിക്കുള്ളിലാണ് ഇരിക്കുന്നത്. അതിനെയാണ് നമ്മൾ സെല്ല ടോസിക്ക എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഇങ്ങോട്ട് എടുക്കുന്നു. ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എവിടെയാണ് ഇരിക്കുന്നത്? നമ്മുടെ ഒരു ബോണി കാവിറ്റിയുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അതിനെ നമ്മൾ സെല്ല ടോസിക്ക എന്നാണ് വിളിക്കുന്നത്. സോ ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ഹൈപ്പോതലാമസ് അല്ലെ. അത് എന്ത് ചെയ്യുന്നു? ഹൈപ്പോതലാമസിലേക്ക് അറ്റാച്ച്ഡ് ആണ്. അത് കൂടാതെ അതിനെ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അഡിനോ ഹൈപ്പോഫൈസസ് ആൻഡ് ന്യൂറോ ഹൈപ്പോഫൈസസ്. എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്? അഡിനോ ഹൈപ്പോഫൈസസ് എന്നും ന്യൂറോ ഹൈപ്പോഫൈസസ് എന്നും നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ അഡിനോ ഹൈപ്പോഫൈസിസ് കൺസിസ്റ്റ് ഓഫ് 2 പോർഷൻസ്. അഡിനോ ഹൈപ്പോഫൈസിസ് എടുക്കുകയാണെങ്കിൽ അതിൽ 2 പോർഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പാസ് ഡിസ്റ്റാലിസും പാസ് ഇന്റർമീഡിയറ്റ്.
പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഒരു ബോണി ക്യാവിറ്റിക്കുള്ളിലിരിക്കുന്നു. ആ ബോണി ക്യാവിറ്റിയെ നമുക്ക് സെല്ല ടർസിക്ക എന്ന് പറയാം. എന്നിട്ട് ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അനാട്ടമിക്കലി നോക്കുമ്പോൾ അഡിനോ ഹൈപ്പോഫൈസിസും ന്യൂറോ ഹൈപ്പോഫൈസിസ് എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്യാം. അതിൽ ന്യൂറോയെ വിട്ടേര്. അഡിനോ ഹൈപ്പോഫൈസിസ് എടുക്കുകയാണെങ്കിൽ വീണ്ടും അതിന് രണ്ട് പാർട്ടുകളുണ്ട്, പാസ് ഡിസ്റ്റാലിസും പാസ് ഇന്റർമീഡിയം. ഈ പാസ് ഡിസ്റ്റാലിസ് റീജിയൻ എന്ന് പറയുന്നത് കോമൺലി കോൾഡ് ആന്റീരിയർ പിറ്റ്യൂട്ടറി. പാസ് ഡിസ്റ്റാലിസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആന്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് വിളിക്കുന്നത്. അത് അഡിനോ ഹൈപ്പോഫൈസിസിന്റെ ഭാഗമാണ് കേട്ടോ. അത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന അറിയാമോ? ഗ്രോത്ത് ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യും, പ്രൊലാക്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്യും, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യും, അഡ്രിനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺസിനെ സിന്തസൈസ് ചെയ്യും, ലുട്ടനൈസിംഗ് ഹോർമോൺസ്, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് FSH ഇവയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ അഡിനോ ഹൈപ്പോഫൈസിസിലെ പാസ് ഡിസ്റ്റാലിസ് ആണ്, അല്ലെങ്കിൽ ആന്റീരിയർ പിറ്റ്യൂട്ടറി ആണ്. അപ്പൊ ഞാൻ ഒന്നും കൂടി പറയാം, ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എവിടെ വെച്ചിരിക്കുകയാണ്? നമ്മളൊരു ഗ്ലാൻഡിനുള്ളിൽ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് ഒരു ബോണി ക്യാവിറ്റിക്കുള്ളിൽ വെച്ചിരിക്കുക. ആ ക്യാവിറ്റിയെ നമ്മൾ സെല്ല ടർസിക്ക എന്ന് പറയുന്നു. എന്നിട്ട് ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിന് അനാട്ടമിക്കലി രണ്ട് പാർട്ടുകൾ കാണാം, അഡിനോ ഹൈപ്പോഫൈസിസും ന്യൂറോ ഹൈപ്പോഫൈസിസും. അതിൽ അഡിനോ ഹൈപ്പോഫൈസിസിനെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, പാസ് ഡിസ്റ്റാലിസും പാസ് ഇന്റർമീഡിയം. അതിൽ ഈ പാസ് ഡിസ്റ്റാലിസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആന്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് വിളിക്കുന്നത്. അതാണ് ഗ്രോത്ത് ഹോർമോൺസിനെയും പ്രൊലാക്റ്റിനെയും FSHനെയും ഒക്കെ എന്ത് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പാസ് ഇന്റർമീഡിയ സെക്രീറ്റ് ഓൺലി വൺ ഹോർമോൺ. ഇതിലെ ഈ പാസ് ഇന്റർമീഡിയ എന്ത് ചെയ്യുന്നു? ഒരൊറ്റ ഹോർമോണിനെ സിന്തസൈസ് ചെയ്യുന്നുള്ളൂ. അതാണ് നമ്മുടെ മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ്, അല്ലെ നമുക്ക് കളറൊക്കെ സ്കിന്നിലും ഹെയറിലും ഒക്കെ കളറൊക്കെ കൊടുക്കുന്ന മെലാനോസൈറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന MSH എന്ന് പറയുന്ന മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. However, in humans, the pars intermedia is almost merged with the pars distalis. അല്ലെ? അപ്പൊ ഈ ഹ്യൂമൻസിൽ ഈ പാസ് ഇന്റർമീഡിയ എന്ത് ചെയ്യുന്നു? പാസ് ഡിസ്റ്റാലിസുമായിട്ട് മേർജ് ചെയ്തിട്ടായിരിക്കും. ഇത്രയാണ് ആ ഒരു ഫസ്റ്റ് അല്ലെ പാർട്ട്. ഇനി നമുക്ക് ന്യൂറോ ഹൈപ്പോഫൈസിസ് ഉണ്ട് അല്ലെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് വിളിക്കുന്നത്. അത് മെയിൻലി എന്ത് ചെയ്യുന്നു? ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ അല്ലെ, ഈ ഒക്കെ ഹോർമോൺസുകളെ സ്റ്റോർ ചെയ്യുന്നു. ആക്ച്വലി ആ ഹോർമോൺസിനെ സിന്തസൈസ് ചെയ്യുന്നത് ഹൈപ്പോതലാമസ് ആണ്, പക്ഷെ അവയെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതാണ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് വിളിക്കുന്നത്. അപ്പൊ ക്ലിയർ ആയോ? ഒന്നും കൂടി പറഞ്ഞേക്കാം. നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അനാട്ടമിക്കലി രണ്ട് പാർട്ടുണ്ട്, അഡിനോ ഹൈപ്പോഫൈസിസ്, ന്യൂറോ ഹൈപ്പോഫൈസിസ്. അതിൽ അഡിനോ ഹൈപ്പോഫൈസിനെ ഫർദർ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, പാസ് ഡിസ്റ്റാലിസും പാസ് ഇന്റർമീഡിയം. പാസ് ഡിസ്റ്റാലിസ് ആണ് എന്തെന്ന് പറയുന്നത്? ആന്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ ഹോർമോൺസ് ആയിട്ടുള്ള ഗ്രോത്ത് ഹോർമോൺസ്, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ്, അഡ്രിനോ കോർട്ടിക്കോട്രോപിക്, FSH ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആര് തന്നെയാണ്? നമ്മുടെ എന്താണ്? ആന്റീരിയർ പിറ്റ്യൂട്ടറിയാണ്. ഈ പാസ് ഇന്റർമീഡിയ ഒരൊറ്റ ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, മെലാനോസൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ്. എന്നിട്ട് ഇവർ രണ്ടും കൂടി എന്ത് ചെയ്യുന്നു? നമുക്ക് ഒരു ലിബറേറ്റ് ചെയ്തിട്ടായിരിക്കും അല്ലെങ്കിൽ ഒരുമിച്ചായിരിക്കും നമ്മുടെ ബോഡിയിൽ കാണുന്നത്. പിന്നെ നമ്മുടെ ന്യൂറോ ഹൈപ്പോഫൈസിനെയാണ് നമ്മൾ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് വിളിക്കുന്നത്. അത് മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഹോർമോൺസിനെ റിലീസ് ചെയ്യുകയും സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു. ആക്ച്വലി അതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈപ്പോതലാമസ് ആണ്, വാസോപ്രസിനും ഓക്സിറ്റോസിനും. അതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ ഹൈപ്പോതലാമസ് ആണ്, പക്ഷെ അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. സോ ഓവർ സെക്രീഷൻ അല്ലെ, ഈ ഗ്രോത്ത് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാന്ന് മനസ്സിലായല്ലോ? ആന്റീരിയർ പിറ്റ്യൂട്ടറി. അപ്പൊ ഈ പിറ്റ്യൂട്ടറിയിൽ ഓവർ സെക്രീഷൻ ആണെന്ന് വെച്ചോ, ഗ്രോത്ത് ഹോർമോൺസിനെ ഒരുപാട് അങ്ങ് സിന്തസൈസ് ചെയ്യാന്ന് വെച്ചോ, അപ്പൊ എന്ത് സംഭവിക്കും? ബോഡി ലീഡിങ് ടു ജൈജാന്റിസം അല്ലെ, നമ്മുടെ ബോഡി എന്തായിരിക്കും? അബ്നോർമൽ ഗ്രോത്ത്, നമ്മളൊരു ജൈജാന്റിക് സ്ട്രക്ചർ ആയിട്ട് മാറുകയായിരിക്കും ചെയ്യുന്നത്. ലോക്ക് സെക്രീഷൻ ഇനി എന്തായിരിക്കും? വളരെ ലോ സെക്രീഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോത്ത് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ എന്ത് പറ്റും? നമ്മൾ കുഞ്ഞു മനുഷ്യന്മാരെയൊക്കെ കാണാറുണ്ട് അല്ലെ, ഡ്വാർഫിസം എന്ന് പറയുന്ന ഒരു അസുഖം. അവരുടെ ഗ്രോത്ത് എന്തായിരിക്കും? ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ ഡ്വാർഫിസം എന്ന് പറയുന്ന ഒരു അസുഖത്തിലേക്ക് അത് നയിക്കും. ഇനി എക്സസ് സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ഇൻ അഡൽട്ട്. ഇനി അഡൽട്ട്സിൽ ഇതിന്റെ എക്സസ് സെക്രീഷൻ കൂടുതലാണെങ്കിൽ അവയെ നമ്മൾ എന്തെന്ന് വിളിക്കും? അവയെ നമ്മൾ അക്രോമെഗാലി എന്ന് വിളിക്കും അല്ലെ, അതിനെയാണ് അക്രോമെഗാലി. അപ്പൊ ഗ്രോത്ത് ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള 3 ഡിസീസ് പഠിച്ചു. ഓവർ സെക്രീഷൻ ആണെങ്കിൽ ജൈജാന്റിസം, അതിന്റെ എന്താണ് അണ്ടർ സെക്രീഷൻ ആണെങ്കിൽ അതിനെ നമ്മൾ ഡ്വാർഫിസം എന്ന് വിളിക്കുന്നു. ഇനി അത് നമ്മുടെ അഡൽട്സുകളിലാണ് ഓവർ സെക്രീഷൻ വരുന്നതെങ്കിൽ അക്രോമെഗാലി അവരുടെ സ്പേസിലാക്കി ആയിരിക്കും എന്ത്? ഒരു ഡിസ്ഫിഗർമെന്റ്. നമുക്കറിയാം നമ്മുടെ സ്പേസിന് ഒരു പ്രൊപ്പർ ഷേപ്പ് ഉണ്ടല്ലേ, അപ്പൊ അത് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ചേഞ്ച് ചെയ്തിട്ട് ഒരു വല്ലാത്തൊരു ഫേസ് കട്ട് ആയിരിക്കും അവരെ കാണാനായിട്ട്.
അപ്പൊ ഗ്രോത്ത് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രോപ്പർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തൈറോയ്ഡ് ഗ്ലാൻഡ് അല്ല, ഹൈപ്പോതലാമസും അല്ല, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയും അല്ല, നമ്മുടെ ആന്റീരിയർ പിറ്റ്യൂട്ടറി ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ. ആന്റീരിയർ പിറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസുകളിൽ ഒരു ഹോർമോൺ ആണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ ഗ്രോത്ത് ഹോർമോൺ. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ആണെങ്കിലോ ഓക്സിറ്റോസിനും വാസോപ്രസിനും ആണല്ലേ. ക്ലിയർ അല്ലേ? നല്ലവണ്ണം മനസ്സിലായല്ലോ അല്ലെ. തൈറോയ്ഡ് ഗ്ലാൻഡ് എന്തായിരിക്കും ഓർമ്മ ചെയ്യുന്നത്, തൈറോയ്ഡ് ഹോർമോൺസിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഇഫ് ദ ട്രാൻസ്ഫർ ഓഫ് എ പോർഷൻ ഓഫ് DNA ഫ്രം ബാക്ടീരിയം ടു അനദർ ബൈ അല്ലെ, അതായത് നമുക്കറിയാം ഒരു DNA അല്ലെ, DNA നമ്മൾ എന്ത് ചെയ്യുന്നു, DNAയുടെ ഒരു പോർഷൻ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു, ഒരു ബാക്ടീരിയത്തിൽ നിന്നും അനദർ ബാക്ടീരിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ബൈ യൂസിങ് ആരെ മീഡിയേറ്റർ ആയിട്ടാണ്, ബാക്ടീരിയോഫേജ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ആ ടെക്നിക്കിനെ വിളിക്കുന്ന പേര് എന്ത് എന്നാണ് പറയേണ്ടത്. ട്രാൻസ്ഫോർമേഷൻ, ട്രാൻസ്ഡക്ഷൻ, ലൈസോജനിക് കൺവേർഷൻ, കോൺജുഗേഷൻ. ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ ട്രാൻസ്ഫർ ഓഫ് എ പോർഷൻ ഓഫ് DNA ഫ്രം ബാക്ടീരിയം ടു അനദർ അല്ലെ, ഒരു ബാക്ടീരിയത്തിൽ നിന്നും മറ്റൊരു ബാക്ടീരിയത്തിലേക്ക് DNA ട്രാൻസ്ഫർ ചെയ്യുന്നു ബൈ എന്ത് യൂസ് ചെയ്തുകൊണ്ട്, ബാക്ടീരിയോഫേജിനെ ഉപയോഗിച്ചുകൊണ്ട്. അതിന്റെ പേര് ട്രാൻസ്ഫോർമേഷൻ ആണോ, ട്രാൻസ്ഡക്ഷൻ ആണോ, ലൈസോജനിക് കൺവേർഷൻ ആണോ, അതോ കോൺജുഗേഷൻ ആണോ? സോ ട്രാൻസ്ഫോർമേഷൻ എന്താണെന്ന് നോക്കാം. ബാക്ടീരിയ ടേക്ക് അപ്പ് DNA ഫ്രം ദെയർ എൻവയോൺമെന്റ് അല്ലെ, ബാക്ടീരിയ അതിന്റെ തന്നെ എൻവയോൺമെന്റിൽ നിന്നും DNA അബ്സോർബ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് വിളിക്കുന്നത്. ദിസ് DNA can from the adjacent bacteria that have lysed factors like the growth phase of the bacteria or the presence of certain substance can promote a transformation അല്ലെ. അഡ്ജസന്റ് ബാക്ടീരിയയിൽ നിന്നോ അതിന്റെ എൻവയോൺമെന്റിൽ നിന്നോ എന്ത് ചെയ്യുന്നു, DNA അപ്ടേക്ക് ചെയ്യുന്നതാണ് ട്രാൻസ്ഫോർമേഷൻ. കോൺജുഗേഷൻ എന്ന് പറയുന്നത് ബാക്ടീരിയ ഡയറക്ട്ലി ട്രാൻസ്ഫർ DNA ടു അനദർ സെൽസ് അല്ലെ. ബാക്ടീരിയ എന്ത് ചെയ്യാണ്, ഡയറക്റ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് അല്ലെ. ഒരു നമുക്കറിയാം കോൺജുഗേഷൻ ട്യൂബൊക്കെ ഫിക്സ് ചെയ്യുന്നതൊക്കെ നമ്മൾ പഠിച്ചതാണ് ക്ലാസ്സുകളിൽ. ഇതിങ്ങനെ ഒരു ബാക്ടീരിയയുടെ സെല്ല്, ഇത് അടുത്തൊരു ബാക്ടീരിയയുടെ സെല്ല്, ഇവരെന്ത് ചെയ്യുന്നു, ഒരു കോൺജുഗേഷൻ ട്യൂബ് ഫോം ചെയ്യുന്നു അല്ലെ. എന്നിട്ട് ആ കോൺജുഗേഷൻ ട്യൂബ് വഴി ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലെ, ഫെർട്ടിലിറ്റി ഫാക്ടർ പൈലസ് ഉള്ളത് അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അങ്ങനെ അതാണ് എന്ന് പറയുന്നത് കോൺജുഗേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ട്രാൻസ്ഡക്ഷൻ ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നു, ഒരു വൈറസിനെ യൂസ് ചെയ്യും. വൈറസിന്റെ പേരാണ് ബാക്ടീരിയോഫേജ്. വൈറസ് എന്ന് പറയുന്നതാണ് ബാക്ടീരിയ അറ്റാക്ക് ചെയ്യുന്ന വൈറസ് അല്ലെ, ബാക്ടീരിയോഫേജ്. അറ്റാക്ക് ബാക്ടീരിയ അല്ലെ, ബാക്ടീരിയയെ അറ്റാക്ക് ചെയ്യുന്ന വൈറസുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ബാക്ടീരിയോഫേജ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ബാക്ടീരിയോഫേജ് അല്ലെങ്കിൽ ഒരു വൈറസിനെ ഉപയോഗിച്ചുകൊണ്ട് DNA എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ഫ്രം വൺ ബാക്ടീരിയം ടു അനദർ അല്ലെ, ഒരു ബാക്ടീരിയത്തിൽ നിന്നും അനദർ ബാക്ടീരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ട്രാൻസ്ഡക്ഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? The transfer of a portion of the DNA from one bacterium to another by a bacteriophage is known as transformation, transduction, lysogenic conversion and conjugation. പിന്നെ അത് ഏതാണ്, ട്രാൻസ്ഡക്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ലെ. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ബാക്ടീരിയ അതിന്റെ എൻവയോൺമെന്റിൽ നിന്ന് തന്നെ DNA സ്വീകരിക്കുന്നു. കോൺജുഗേഷനിൽ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്, ആ ഒരു കോൺജുഗേഷൻ ട്യൂബ് ഒക്കെ ഫോം ചെയ്തിട്ട് എഫ് ഫാക്ടർ അല്ലെ, ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചതല്ലേ. ഒരു കോൺജുഗേഷൻ ട്യൂബ് ഫോം ചെയ്യുന്നു, രണ്ട് ബാക്ടീരിയയാണ്. ഒരു ബാക്ടീരിയയിൽ എന്ത് കാണും, ഒരു ഇതും കാണും, അതുപോലെ നമ്മുടെ ഒരു F+ കാണും. ഇതിൽ അതില്ലാത്തതുകൊണ്ട് അത് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ കോൺജുഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബാക്ടീരിയയിൽ നിന്ന് മറ്റൊരു ബാക്ടീരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. അപ്പൊ അതാണ് കോൺജുഗേഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ഡക്ഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു വൈറസ് മീഡിയേറ്റഡ് ആയിട്ട് ചെയ്യുന്നത്. വൈറസ് എന്ന് പറയുന്നത് ബാക്ടീരിയ അറ്റാക്ക് ചെയ്യുന്ന ബാക്ടീരിയോഫേജ് വൈറസുകളെയാണ് അവിടെ നമ്മൾ നോർമലി എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഹു കോയിൻ ദ ടേം വാക്സിൻ? വാക്സിൻ എന്നുള്ള ടേം കോയിൻ ചെയ്തത് ആരാണ്? ആർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലേ, +2 ബേസ്ഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. ഒരു കറണ്ട് GK എന്ന് വെച്ചാൽ നമ്മൾ GK എപ്പോഴും പഠിക്കുന്നതാണ്. ലൂയിസ് പാസ്റ്റർ എന്ത് ചെയ്തത്, വാക്സിൻ എന്നുള്ള ടേം കൊണ്ടുവന്നത് അല്ലേ. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ഒരു എക്സാമിൽ സയന്റിസ്റ്റുകളുടെ നെയിംസ് കുറച്ചൊന്ന് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. ഓരോന്നും കണ്ടുപിടിച്ച സയന്റിസ്റ്റുകൾ, അവർക്ക് എന്തെങ്കിലും ആ ഒരു കണ്ടുപിടുത്തത്തോടനുബന്ധിച്ച് കിട്ടിയിട്ടുണ്ടോ, എന്തെങ്കിലും നോബൽ പ്രൈസ് അങ്ങനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും അച്ചീവ്മെന്റ്സ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം, മസ്റ്റ് ആയിട്ട് നമ്മളൊന്ന് ഓർത്തു വെക്കുക.
When flagella is arranged all round the cell, it is called flagella. അല്ലെ, ഒരു സെല്ലില് ഫുള്ളായിട്ട്, ഇതൊരു സെല്ലാണെങ്കിൽ ഫ്ലജല്ല അറിയാലോ അല്ലെ, മൂവ് ചെയ്യാനുള്ള ഒരു ഓർഗൻ ആണ്. അപ്പൊ ആ സെല്ല് ഫുള്ള് നമ്മൾ എന്ത് ചെയ്യാണ്, ഫ്ലജല്ല അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അതിനെ ലൊഫോട്രൈക്കസ്, ആംഫിട്രൈക്കസ്, പെരിട്രൈക്കസ് അല്ലെങ്കിൽ മൊണോട്രൈക്കസ് എന്ത് പേരായിരിക്കും വിളിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മൊണോട്രൈക്കസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എ സിംഗിൾ അല്ലെ, ആ പേര് തന്നെ ഉണ്ട്. മൊണോ എന്ന് പറയുമ്പോ ഒരു സിംഗിൾ ഫ്ലജല്ലം മാത്രമേ കാണൂ അല്ലെ. ഇതിപ്പോ ഒരു ബാക്ടീരിയ ആണെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു പോളിൽ ഒരു സിംഗിൾ ഫ്ലജല്ലം മാത്രമേ ഉള്ളൂവെങ്കിൽ അതിനെ നമുക്ക് മൊണോട്രൈക്കസ് എന്ന് വിളിക്കാം. ഇനി ആംഫിട്രൈക്കസ് എന്ന് പറയുന്നത് രണ്ടെൻഡിലും, ബോത്ത് എൻഡിലും രണ്ട് സിംഗിൾ ഫ്ലജല്ലം വീതമാണെങ്കിൽ അവയാണ് എന്ത്, ആംഫിട്രൈക്കസ്. ലഫോട്രൈക്കസ് എന്ന് പറയുമ്പോൾ 2 or more flagella at 1 or both poles അല്ലെ. അപ്പം അടുത്തെന്ന് പറഞ്ഞാൽ ഒരു പോളിൽ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, ഒന്നിലധികം ഫ്ലജല്ലാസ്, ചിലപ്പോൾ രണ്ടിടത്തും എന്ത് വരും, ഒന്നിലധികം ഫ്ലജല്ലാസ്. ഇനി പെരിട്രൈക്കസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫ്ലജല്ല അതിന്റെ ബോഡി മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് ഫ്ലജല്ല ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡിവിഷൻ എന്ന് പറയുന്നത്. അതായത് മൊണോട്രൈക്കസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സിംഗിൾ ഫ്ലജല്ലം മാത്രമേ. മൊണോട്രൈക്കസ് എന്ന് ഇതൊരു ബാക്ടീരിയ, അതിന്റെ ഏതെങ്കിലും ഒരു പോളിൽ ഒരു സിംഗിൾ ഫ്ലജല്ലം. ആംഫിട്രൈക്കസ് എന്ന് പറയുമ്പോൾ രണ്ടെൻഡിലും ആംഫി, ആ പേര് നോക്കണം, ആംഫിക്കകത്ത് രണ്ടെൻഡിലും എന്താണ്, ഓരോരോ ഫ്ലജല്ലം വെച്ച്. ലഫോട്രൈക്കസില് ചിലപ്പോൾ ഒരെൻഡില് ഒന്നിൽ കൂടുതൽ, ചിലപ്പോൾ രണ്ടെൻഡിലും ഒന്നിൽ കൂടുതൽ ഫ്ലജല്ലംസ് കാണും. പെരിട്രൈക്കസില് ഫ്ലജല്ല കവർ ദ എൻറ്റയർ സർഫസ് അല്ലെ. ഫ്ലജല്ല എന്ത് ചെയ്യുന്നു, ആ ഒരു എൻറ്റയർ സർഫസിനെ കവർ ചെയ്യുന്നു. So when flagella is arranged all around the cell, it is called a peritrichus. Clear ആയല്ലോ അല്ലേ. ലഫോട്രൈക്കസ് എന്ന് പറയുമ്പോൾ ഒരു എൻഡിൽ, അത് നമ്മളൊരു ഓക്കെ, ലഫോട്രൈക്കസ് എന്ന് പറയുമ്പോൾ ചിലപ്പോ ഒന്ന് നോക്കി വെച്ചോ, ലഫോട്രൈക്കസിൽ എന്താണ്, ഇതൊരു ഫ്ലജല്ല ആണെങ്കിൽ രണ്ടെൻഡിലും എന്തായിരിക്കും, ഒന്നിൽ കൂടുതൽ ഫ്ലജല്ലകൾ രണ്ടെൻഡിലും വരും. ആംഫിട്രൈക്കസ് ആവുമ്പോൾ രണ്ടെൻഡിലും ഓരോന്ന് വെച്ച്. പെരിട്രൈക്കസ് ആവുമ്പോൾ ഫുൾ ബോഡിയില് ഫ്ലജല്ല. മൊണോട്രൈക്കസ് ആവുമ്പോൾ 1 of the എൻഡിലായിരിക്കും ഒരു ഫ്ലജല്ല ഉള്ളത്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, വെൻ ഫ്ലജല്ല ഇസ് അറേഞ്ച്ഡ് ഓൾ അറൌണ്ട് ദ സെൽ, സെല്ലിന് ചുറ്റും ഫ്ലജല്ല ഉള്ളത് ഏതാണ്, പെരിട്രൈക്കസ് അറേഞ്ച്മെന്റ് ആണ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്. ക്ലിയർ അല്ലേ? So immunoglobulin which crosses the placenta normally. പ്ലാസന്റെ ക്രോസ് ചെയ്യുന്ന ഇമ്യൂണോഗ്ലോബിൻ, നമ്മൾ ഇമ്യൂണോഗ്ലോബിൻ എയുടെ കാര്യം പറഞ്ഞിരുന്നു. നമ്മുടെ ബോഡി സെക്രഷൻസിൽ പ്രസന്റ് ആയിട്ടുള്ള ഇമ്യൂണോഗ്ലോബിൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്യൂണോഗ്ലോബിൻ എ ആയിരുന്നു. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഇമ്യൂണോഗ്ലോബുലിൻ വിച്ച് ക്രോസസ് ദ പ്ലാസന്റ. പ്ലാസന്റയെ നോർമലി ക്രോസ് ചെയ്യുന്നത് ഇമ്യൂണോഗ്ലോബിൻ ജി ആണ് അല്ലെ. മദറിൽ നിന്നും ബേബിയിലേക്ക് ക്രോസ് ചെയ്യുന്നത് ഇമ്യൂണോഗ്ലോബിൻ ജി ആണ്. അപ്പം രണ്ടെണ്ണം കാര്യം പഠിച്ചു നമ്മൾ ഇമ്യൂണോഗ്ലോബിൻ റിലേറ്റ് ചെയ്തിട്ട്. അതായത് സെക്രീഷൻസിനുള്ളിലുള്ള ഇമ്യൂണോഗ്ലോബിൻ അല്ലെങ്കിൽ സെക്രീഷനിൽ പ്രസന്റ് ആയിട്ടുള്ള ഇമ്യൂണോഗ്ലോബിൻ എ ആണ്. പ്ലാസന്റയിൽ നിന്നും എന്ത് ചെയ്യുന്നു, ക്രോസ് ചെയ്യുന്നത് ഇമ്യൂണോഗ്ലോബിൻ ജി ആണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Karyotype in Klinefelter syndrome. നമുക്ക് വേരിയസ് ടൈപ്പ് ഓഫ് സിൻഡ്രോംസ് പഠിക്കുന്നുണ്ട് അല്ലെ. ജനറ്റിക് ഡിസോർഡേഴ്സ് ആയിട്ട് Klinefelter syndrome, ഡൗൺ സിൻഡ്രോം, ടേണർ സിൻഡ്രോം, അങ്ങനെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിന് ഓരോന്നിനും എന്തുണ്ട്, ഓരോ കാരിയോടൈപ്പ് ഉണ്ട് അല്ലെ. ക്രോമോസോംസിന്റെ എണ്ണം യൂഷ്വലി നമ്മുടെ ഹ്യൂമൻസിലെ ക്രോമോസോംസിന്റെ എണ്ണം 46 ആണ്. 23 ഫാദറിൽ നിന്നും കിട്ടും, 23 മദറിൽ നിന്നും കിട്ടും. അങ്ങനെ നമുക്ക് 46 ക്രോമോസോംസ് ആണ് ഉള്ളത്. അപ്പൊ ഈ 46 കൂടിയാലും കുഴപ്പമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അതെല്ലാം എന്താണ്, ജനറ്റിക് വൈസ് നമുക്ക് കുറെ അധികം കുഴപ്പങ്ങളാണ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡിസീസ് കണ്ടീഷൻ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിന്റെ കാരിയോടൈപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത്. ക്ലിനിഫെൽറ്റർ സിൻഡ്രോം എന്ന് പറയുന്നത് 45X0, 47XXY, 46. ഈ 45, 47, 46 എന്നൊക്കെ പറയുന്നത് ക്രോമോസോമിന്റെ എണ്ണമാണ് കേട്ടോ. ചിലതിൽ ക്രോമോസോം ഒന്ന് കുറവായിരിക്കും, ചിലപ്പോൾ ഒന്ന് കൂടുതലായിരിക്കും, ചിലപ്പോ സെയിം ആയിരിക്കും. അപ്പൊ നോക്കാം ഏതാന്നുള്ളത്. ഇതെന്ന് പറയുന്നത് അതിന്റെ ഏത് ക്രോമോസോമാണ് കൂടിയത്, ഏത് ക്രോമോസോമാണ് ഇല്ലാത്തത് എന്നുള്ളതാണ് ഈ XXY, X0 അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഡൗൺ സിൻഡ്രോം നോക്കാം.
Down syndrome may be a genetic disorders that end up in the numerous physical and mental disability. അല്ലെ, ഈ ന്യൂമറിക് ഫിസിക്കലും മെന്റലിയുമായിട്ടുള്ള ഒരുപാട് ഡിസബിലിറ്റീസ് ആണ് ഡൗൺ സിൻഡ്രോം. അല്ലെ, ഹേർട്ട് ഫെയിലിയേഴ്സും അവരുടെ ഒരു ഫീച്ചേഴ്സ് ഒക്കെ കുറച്ച് എന്തായിരിക്കും, വലിയ ഹൈറ്റ്സ് ഒന്നും ഇല്ലാത്ത ഷോർട്ട് സ്റ്റാച്ചു ആയിട്ടുള്ള ഒരു ഫീച്ചേഴ്സും ഒക്കെ ആയിരിക്കും. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ്, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ക്രോമോസോംസ് എന്ന് പറയുന്നത് പെയറായിട്ടാണ് 1, 2 ഇങ്ങനെ പെയറായിട്ടാണ് നമ്മുടെ ക്രോമോസോംസുകൾ ഇരിക്കുന്നത്. അതിൽ 21ാമത്തെ ക്രോമോസോം എടുക്കുകയാണെങ്കിൽ അവിടെ 2 അല്ലേ ഇരിക്കേണ്ടത്, പക്ഷെ അതിൽ എന്ത് പറ്റും, ട്രൈസോമി ഒരാളൂടെ അതിനകത്തോട്ട് കയറിയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറ്റും, ഒരു ക്രോമോസോം നമ്പർ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ 46-ൽ നിന്നും 47 എന്ന കണ്ടീഷനിലേക്ക് പോകും. Trisomy is one of the leading cause of genetic disorders around the world. It's named as the Medico-Langdon-Down who first associated this condition. വന്നുകൊണ്ട് ഇങ്ങനെയും വിളിക്കാം അല്ലെ, Medico-Langdon-Down എന്നും വിളിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ട്രൈസോമി അല്ലെ 21ാമത്തെ ക്രോമോസോം, യൂഷ്വലി എല്ലാ ക്രോമോസോം നമുക്ക് 46 ക്രോമോസോം ഉണ്ടെങ്കിൽ അതിലെല്ലാം എന്താണ് പെയറായിട്ട് ഇരിക്കുമ്പോൾ 21ാമത്തെ ക്രോമോസോംസിനകത്ത് മാത്രം 2 പേര് ഇരിക്കേണ്ടതിന് പകരം എന്ത് ചെയ്യും, 3 പേര് വരും. അതുകൊണ്ടാണ് ട്രൈസോമി എന്ന് പറയുന്നത്. ട്രൈസോമി ഓഫ് ദി എന്തെന്ന് പറയുന്നത്, 21st ക്രോമോസോം. അതാണ് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നത്, ഡൗൺ സിൻഡ്രത്തിലേക്ക് ലീഡ് ചെയ്യുന്നത്. അപ്പൊ 21ാമത്തെ ക്രോമോസോംസ് അല്ല, അത് സെക്സ് റിലേറ്റഡ് അല്ല, നമ്മുടെ ഓട്ടോസോംസിലെ 21ാമത്തെ ക്രോമോസോംസിൽ ഒരെണ്ണം കൂടിപ്പോകുന്നത്. ടർണർ സിൻഡ്രം നോക്കി. Turner syndrome is defined as a condition that affect only female. അല്ലെ, ടർണർ സിൻഡ്രം ശരിക്കും ഫിമെയിൽസിൽ മാത്രമേ വരൂ. ഒന്നാമത്തെ പോയിന്റ് എന്താണ്, ഫിമെയിൽസിൽ മാത്രം വരുന്ന ഡിസീസിക് കണ്ടീഷൻ ആണ് എന്തെന്ന് പറയുന്നത്, ടർണർ സിൻഡ്രം എന്ന് പറയുന്നത്. when one of the X chromosome is missing or partially missing. അല്ലെ, അതായത് X ആണ് ഫിമെയിൽ അല്ലെ, X ഫിമെയിൽ ആണ്, അതിൽ ഈ one of the X chromosome എന്ത് ചെയ്യും, മിസ്സിംഗ് ആവും, 0. ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ടർണർ സിൻഡ്രം എന്ന് വിളിക്കുന്നത്. അപ്പൊ ക്രോമോസോമിന്റെ എണ്ണം എത്രയാവും, 45 ഒരെണ്ണം പോയി, 46-ൽ നിന്ന് ഒരെണ്ണം പോയി 45 ആവും. അപ്പം ടർണർ സിൻഡ്രം ഇസ് ഡിഫൈൻഡ് ആസ് എ കണ്ടീഷൻ ദാറ്റ് അഫക്ട് ഓൺലി ഫീമെയിൽസ്. അല്ലെ, ഫീമെയിൽസിനെ മാത്രമാണ് അഫക്ട് ചെയ്യുന്നത്. അവിടെ ഫീമെയിൽസിന്റെ ഒരു X ക്രോമോസോം എന്ത് ചെയ്യും, കാണുന്നില്ല അല്ലെ, മിസ്സിംഗ് ആവും. അതുകൊണ്ട് തന്നെ ക്രോമോസോം നമ്പർ 45 എണ്ണമായിരിക്കും. ദാറ്റ് ഇൻക്ലൂഡ് ഷോർട്ട് ഹൈറ്റ് ആയിരിക്കും, ഹാർട്ട് ഡിഫക്ട്സുകളായിരിക്കും, ഫെയിലിയേഴ്സ് ഓഫ് ഓവറീസ്, അവർക്ക് സെക്ഷൽ ക്യാരക്ടേഴ്സ് ഒക്കെ ആബ്സെന്റ് ആയിരിക്കും. കാരണം ഒരു X ഇല്ലല്ലോ. സെക്കൻഡറി സെക്ഷൽ ആയിട്ടുള്ള ഓവറീസിന്റെ ഡെവലപ്പും മെൻസ്ട്രേഷൻസും ഒക്കെ അവരിൽ കാണുകയില്ല. നെക്സ്റ്റ് നമ്മുടെ ക്ലിനിഫോർട്ടർ സിൻഡ്രം. Klinefelter syndrome is caused when a male baby is born with more than needed or more X chromosome. സോ ക്ലിനിഫോർട്ടർ എവിടെയാണ്, മെയിലാണ്. യൂഷ്വലി മെയിൽ എന്താണ്, XY ആണ് അല്ലെ. യൂഷ്വൽ ഒരു മെയിൽ എന്ന് പറയുന്നത് XY ആണ്. പക്ഷെ എന്ത് ചെയ്യും, ഒരു എക്സും കൂടെ ഉണ്ടാവും അല്ലെ, ഒരു ബോയ് ജനിക്കുമ്പോൾ അതിന് ഒരു എക്സ് അഡീഷണൽ ആയിട്ട് ഒരു X ക്രോമോസോം കൂടി വരികയാണെങ്കിൽ അതെന്താണ്, ക്ലിനിഫോർട്ടർ സിൻഡ്രം ആയിട്ട് മാറും. അപ്പം സാധാരണ മെയിൽ ആണെങ്കിൽ 46 ക്രോമോസോം ആണ്, അതിന്റെ കൂടെ ഒരു എക്സ് കൂടെ വരുമ്പോൾ എന്ത് പറ്റും, 47 ക്രോമോസോം ആയിട്ട് മാറും. അതും എന്താണ്, അബ്നോർമൽ condition ആണ്. So Klinefelter syndrome result in the formation of sperm or the egg. People having this syndrome are prone to tremors, autoimmune disorders and osteoporosis. അല്ലെ, മസിൽസിനൊക്കെയുള്ള കുഴപ്പങ്ങളും അതുപോലെ തന്നെ അവർക്ക് ഓട്ടോഇമ്യൂണോ ഡിസോർഡേഴ്സും ഒക്കെ ധാരാളമായിട്ട് കാണും. നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ക്ലിനിഫോർട്ടർ സിൻഡ്രത്തിന്റെ കാരിയോടൈപ്പ് എന്തെന്നായിരുന്നു അല്ലെ. അപ്പൊ ക്ലിനിഫോർട്ടർ സിൻഡ്രം ആരിലാണ് മെയിൻ ആയിട്ട് കോസ് ചെയ്യുന്നത്, മെയിൽസിലാണ്. അപ്പൊ യൂഷ്വലി മെയിലിലെ ക്രോമോസോം പാറ്റേൺ അല്ലെങ്കിൽ ആ കാരിയോടൈപ്പ് എന്ന് പറയുന്നത് XY ആണ്. അതിൽ എന്തുകൂടി ചേരും, ഒരു X ക്രോമോസോം കൂടി അഡീഷണൽ ആയിട്ട് വരും. അപ്പൊ എത്ര ക്രോമോസോമാ മൊത്തത്തിൽ വരുന്നത്, 47. ഇങ്ങനെയുള്ള ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ ബി 47 XXY ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അതിനു മുമ്പ് നമ്മൾ ആദ്യം പഠിച്ചത് എന്തായിരുന്നു, ഡൗൺ സിൻഡ്രം ആണ് അല്ലെ. ഡൗൺ സിൻഡ്രം എന്തായിരുന്നു പറഞ്ഞാൽ, നമ്മുടെ എല്ലാ ക്രോമോസോംസും പെയറായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ 21ാമത്തെ ക്രോമോസോംസിനകത്ത് മാത്രം എന്ത് ചെയ്യും, 2 പേർക്ക് പകരം ഒരാളുകൂടി എക്സ്ട്രാ കയറി വരും. ട്രൈസോമി ഓഫ് ദി 21st ക്രോമോസോം ആണ് എന്തായിട്ട് മാറുന്നത്, ഡൗൺ സിൻഡ്രം ആയിട്ട് മാറുന്നത്. അവിടെയും എന്തായിരിക്കും, 47 ക്രോമോസോംസ് ആണ് അല്ലെ. നോർമലി 46 മതി, ഒരെണ്ണോട് ആഡ് ചെയ്തിട്ട് 47 ക്രോമോസോം ആയിരിക്കും കാണുന്നത്. പിന്നെ പറഞ്ഞത് എന്തായിരുന്നു, ടർണർ സിൻഡ്രം ആയിരുന്നു അല്ലെ. ടർണർ സിൻഡ്രത്തിൽ അത് ആരിലാണ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിമെയിൽസിലാണ് ടർണർ സിൻഡ്രം കാണുന്നത്. യൂഷ്വലി ഫീമെയിൽ എന്ന് പറയുന്നത് XX ആണ്.
പക്ഷെ ഇവിടുത്തെ ഫീമെയിലിന് എന്തായിരിക്കും, ഒരു എക്സ് ക്രോമോസോം എന്തായിരിക്കും, ആബ്സെന്റ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു എക്സ് ക്രോമോസോം കാണില്ല. അപ്പൊ ക്രോമോസോം നമ്പർ എത്രയായി? നോർമലി 46 ആണ്, അതിൽ നിന്ന് കുറച്ച് 45 ആണ്. ഇതെന്ന് പറയുന്നത് എന്തിന്റെയാണ്? ടേണർ സിൻഡ്രത്തിന്റെയാണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പൊ ഈ 3 സിൻഡ്രംസും എന്താണ്, വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ കാരിയോടൈപ്പും സിംറ്റംസും ഒക്കെ. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.